ദുബായിൽ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും അടുത്ത വർഷം മുതൽ പ്രവാസികളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ സ്വീകരിക്കും. ദുബൈ, അൽബറാഹ, ഷാർജ, അൽ ഖാസിമി എന്നിവ ഒഴികെയുള്ള ആശുപത്രികളിൽ സ്വദേശികളുടെ ഇൻഷുറൻസ് കാർഡുകൾ മാത്രമേ ഇതുവരെ സ്വീകരിച്ചിരുന്നുള്ളൂ. എന്നാൽ അടുത്ത വർഷം മുതൽ പ്രവാസികൾക്കും ഈ സൌകര്യം ലഭ്യമാകും. ദുബായിലെയും ഫുജൈറയിലെയും സർക്കാർ ആശുപത്രികളിൽ ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കുള്ള പരിശീലനത്തിന് തുടക്കമായിട്ടുണ്ട്. ദുബായിൽ കാറുകൾ വിൽക്കുന്നതിനും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ദുബായിൽ അംഗീകൃത വാഹന ഷോറൂമുകളിൽ RTA ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. നടപടിക്രമങ്ങൾ കൃത്യതയോടെയും വേഗത്തിലും പൂർത്തിയാക്കാനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൌകര്യമൊരുക്കാനും പുതിയ സംവിധാനം ഉപകരിക്കുമെന്ന് RTA ലൈസൻസിംഗ് ഏജൻസി CEO അറിയിച്ചു. കാറുകൾ വിൽക്കാനും വാങ്ങാനും ആഗ്രഹിക്കുന്നവർ RTA അംഗീകൃത ഷോറൂമുകളെ സമീപിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. UAE സ്വകാര്യ മേഖലയിൽ സ്വദേശീവൽക്കരണം ഊർജിതമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കെട്ടിട നിർമ്മാണ മേഖലയിലെ വൻ കമ്പനികളിൽ അടുത്ത വർഷം മുതൽ ആരോഗ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാളെങ്കിലും സ്വദേശിയായിരിക്കണമെന്ന് നിർദ്ദേശം. 500-ലേറെ തൊഴിലാളികളുള്ള കമ്പനികളിലാകും വ്യവസ്ഥ ബാധകമാവുകയെന്നും മനുഷ്യശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. പാലിക്കാത്ത കമ്പനികൾക്ക് വർക്ക് പെർമിറ്റുകൾ നൽകുന്നത് നിർത്തിവെക്കുമെന്നും അറിയിച്ചു. റോഡ് വികസനത്തിന്റെ ഭാഗമായി ഷാർജയിൽ 17 കോടി ദിർഹം ചിലവിൽ റോഡ് പദ്ധതി നടപ്പാക്കുന്നു. എമിറേറ്റിന്റെ കിഴക്കൻ പ്രവിശ്യകളിൽ നടപ്പാക്കുന്ന പുതിയ റോഡ് നിർമ്മാണത്തിന് പുറമെ നിലവിലുള്ള റോഡുകളുടെ നവീകരണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ഉപറോഡുകളുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും പുതിയ റോഡ് നിർമ്മിക്കുന്നത്. തുർക്കിയിൽ ജനാധിപത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ സൈന്യത്തിലെ ഏതാനും പേർ ചേർന്ന് നടത്തിയ ശ്രമം പരാജയപ്പെടുത്തിയതിനെ സ്വാഗതം ചെയ്യുന്നതായി സൌദി അറേബ്യ പ്രസ്താവിച്ചു. തുർക്കി ജനത തെരഞ്ഞെടുത്ത ഗവൺമെന്റാണ് റജബ് ത്വയ്യിബ് എർദോഗൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സുസ്ഥിരത വീണ്ടെടുത്ത് ഐശ്വര്യത്തോടെ തുർക്കി പോകുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനെത്തുന്ന തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ വിലയിരുത്താൻ ഹജ്ജ് ഉംറ കാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മാസിമ യുണൈറ്റഡ് ഫാക്ടറിയിലും അറബ് രാജ്യങ്ങളുടെ മുതവഫ് എസ്റ്റാബ്ലിഷ്ഡ് ഓഫീസുകളിലും സന്ദർശനം നടത്തി. വിവിധ ഗവൺമെന്റ് വകുപ്പുകൾ തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. ഇനി കേരള വാർത്തകളിലേക്ക്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. മൈക്രോ ഫിനാൻസ് കേസിൽ അറസ്റ്റ് ഭയന്ന് വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതി സമീപിക്കാൻ ഒരുങ്ങുന്നു. ഇന്ന് രാവിലെ പഴനിയിലേക്ക് തീർത്ഥയാത്ര പുറപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ യാത്ര വെട്ടിച്ചുരുക്കി നിയമജ്ഞരുമായി ചർച്ച നടത്തി. അടുത്ത ദിവസം തന്നെ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് വെള്ളാപ്പള്ളിക്ക് ലഭിച്ച നിയമോപദേശം. ഫിനാൻസ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളായി ആകെ അസ്വസ്ഥനായ വെള്ളാപ്പള്ളി പൊതുപരിപാടികൾ വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചിരുന്നു. കുടുംബസമേതം പഴനിയിലേക്ക് തീർത്ഥയാത്ര പോകാൻ പെട്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പന്തളത്തെ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുപരിപാടി ഉപേക്ഷിക്കുന്നതായി സംഘാടകരെ ഇന്നലെ അറിയിച്ചു. ഇതോടെ അറസ്റ്റ് ഭയന്ന വെള്ളാപ്പള്ളി ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതായി SNDP ഭാരവാഹികൾ അംഗങ്ങളായ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശമെത്തി. ഇന്ന് രാവിലെ 4:30 കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ നിന്നും തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ട വെള്ളാപ്പള്ളിയും സംഘവും തനിക്കെതിരെ അപവാദ പ്രചരണം നടക്കുന്നതായി അറിഞ്ഞു. ഇതോടെ തൃശൂർ വടക്കാഞ്ചേരി വരെ എത്തിയ തീർത്ഥയാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് ക്ഷുഭിതനായി വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിലേക്ക് മടങ്ങി. തുടർന്നാണ് ഇന്നലെ ഉപേക്ഷിച്ച പന്തളത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വെള്ളാപ്പള്ളി തീരുമാനിച്ചത്. തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യത്തിനായി ശ്രമം ആരംഭിക്കാൻ അടുപ്പക്കാരായ അഭിഭാഷകരോട് വെള്ളാപ്പള്ളി നിർദ്ദേശിച്ചു. അടുത്ത ദിവസം തന്നെ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് വെള്ളാപ്പള്ളിക്ക് ലഭിച്ച നിയമോപദേശം. പന്തളത്തെ പരിപാടിക്ക് ശേഷം വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ആരൊക്കെ തെറ്റിയിരുന്നു അതെല്ലാം കണ്ടുപിടിക്കട്ടെ, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. വെള്ളാപ്പള്ളിയുടെ അനുയായികൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അറസ്റ്റ് വേണമോ എന്ന കാര്യം വിജിലൻസ് സജീവമായി പരിഗണിക്കുന്നുണ്ട്. ഇതാകെ കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യത്തിനായി വെള്ളാപ്പള്ളി ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. നിലപാടെടുക്കാനാകാതെ കേരള കോൺഗ്രസ് എമ്മിൽ പ്രതിസന്ധി. നിലവിൽ UDF ഇട്ടാൽ എന്ത് ചെയ്യുമെന്നും പാർട്ടിയിൽ ആശയക്കുഴപ്പമുണ്ട്. അതേസമയം ബാർക്കോഴ ഗൂഢാലോചനക്കാരെക്കുറിച്ച് അറിയിക്കേണ്ടിടത്ത് അറിയിക്കുമെന്ന് KM മാണി പ്രതികരിച്ചു. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്.
UDF വിടണമെന്നും വഞ്ചകരുടെ കൂടെ തുടരണ്ട എന്നും യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അഭിപ്രായം പ്രകടിപ്പിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് ആയില്ല. അതേസമയം ബാർക്കോഴ ആരോപണത്തിൽ കേരള കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടില്ലെന്നും അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ടടുത്ത് അറിയിക്കുമെന്നും KM മാണി പറഞ്ഞു. അതിനകത്ത് എന്തിനാ പുറത്തുവിടുന്നത്? ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരാണ് ഇതിന്റെ കാരണക്കാർ, ആരാണ് ഈ ഗൂഢാലോചന ഉള്ളത്, ആരാണ് ഇതിന്റെ കാരണക്കാരെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആയതുകൊണ്ടും മാന്യത ഈ കേരള കോൺഗ്രസിൽ ഉള്ളത് കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാനൊന്നും ഞങ്ങൾ തുനിയുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ UDF ശിഥിലമായാൽ കേരള കോൺഗ്രസ് പെരുവഴിയിലാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതിനാൽ എല്ലാം സഹിച്ചും ക്ഷമിച്ചും തൽക്കാലം മുന്നോട്ടു പോകാം എന്ന നിലപാടിലാണ് നേതൃത്വം എത്തിയിരിക്കുന്നത്. മുന്നണിക്കകത്ത് വിലപേശ ശക്തി നഷ്ടപ്പെട്ട കേരള കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേരിടുന്നു. കോട്ടയത്തു നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരോടൊപ്പം TP പ്രശാന്ത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ നിന്നുള്ള MPമാരും പ്രധാനമന്ത്രിയെ കാണും. വിഴിഞ്ഞം തുറമുഖ വിഷയം, SBI SBT ലയനം, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ വിലത്തകർച്ച തുടങ്ങിയ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും ദില്ലിയിൽ ചേർന്ന MPമാരുടെ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തുള്ള കേന്ദ്ര നിക്ഷേപവും വിഹിതവും കുറഞ്ഞുവരുന്ന കാര്യവും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ കേരളത്തിന്റെ പൊതു ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് MPമാരുടെ യോഗം ദില്ലിയിൽ ചേർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ VS സുനിൽകുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, KK ശൈലജ ടീച്ചർ എന്നിവരും പങ്കെടുത്തു. കുളച്ചിൽ തുറമുഖ വിഷയം, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ വിലത്തകർച്ച, SBT SBI ലയനം തുടങ്ങി കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങൾ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തിനുള്ള കേന്ദ്ര നിക്ഷേപവും കേന്ദ്ര വിഹിതവും കുറയുന്നതിലുള്ള ആശങ്കയും കേന്ദ്രത്തെ അറിയിക്കും. ഇന്നത്തെ മീറ്റിംഗ് വളരെ ഫലപ്രദമായിരുന്നു, അങ്ങേയറ്റം പോസിറ്റീവായിരുന്നു. ഞങ്ങൾ പൊതുവിൽ തീരുമാനിച്ചത് കേരളത്തിലെ MPമാരാകെ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും നേടിയെടുക്കുന്നതിനും ശ്രമിക്കുമെന്നാണ്. വികസന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത AK ആന്റണി പ്രതികരിച്ചു. കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനായി വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷവും MPമാരുടെ യോഗം ചേർന്ന് നേട്ടങ്ങൾ വിലയിരുത്തും. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. സർക്കാരിന്റെ അവലോകന യോഗങ്ങളിൽ സ്ഥലം MPയായ തന്നെ പങ്കെടുപ്പിക്കുന്നില്ലെന്ന് NK പ്രേമചന്ദ്രൻ പരാതിപ്പെട്ടു. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷവും MPമാരുടെ യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്താനുള്ള തീരുമാനവും ഗുണപരമാകും. ദില്ലിയിൽ നിന്നും M സന്തോഷ്. രാജ്ഭവനിലെ വാഹനങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് വയ്ക്കണമെന്ന് ഗവർണറുടെ നിർദ്ദേശം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി നിയമലംഘനം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ഗവർണർ നിർദ്ദേശം നൽകിയത്. ഗവർണറുടെ ഒഴികെയുള്ള വാഹനങ്ങളിൽ ഇനി മുതൽ നമ്പർ പ്ലേറ്റ് പതിപ്പിക്കും. അനുമതിയില്ലാത്ത സർക്കാർ വാഹനങ്ങളിൽ ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അത്തരം വാഹനങ്ങൾ പരിശോധനയിലൂടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പിടിച്ചെടുത്തത്. പരിശോധന മറ്റു മേഖലകളിലേക്കും വ്യാപകമാക്കുന്നതിനിടെയാണ് ഗവർണറുടെ രാജ്ഭവനിലെ വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കണമെന്ന് കാട്ടി ഗവർണർക്ക് നോട്ടീസ് നൽകിയത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഗവർണറുടേതൊഴികെയുള്ള വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ഗവർണറുടേതൊഴികെയുള്ള രാജ്ഭവനിലെ മറ്റു വാഹനങ്ങളിൽ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നു. ഒപ്പം നമ്പർ പ്ലേറ്റുമില്ല. ഇത് പല പരിശോധനകൾക്കും തടസ്സമാകുന്നുവെന്നും പല ആൾമാറാട്ട പ്രവർത്തനങ്ങൾക്കും വഴിവെക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി നൽകിയ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കാൻ ഗവർണർ അനുമതി നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു. അതേസമയം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവനിലെ വാഹനങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കാൻ ഗവർണർ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് നിർദ്ദേശവും നൽകി. വരും ദിവസങ്ങളിൽ മറ്റു മേഖലയിലെ വാഹനങ്ങൾ പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കാനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ തീരുമാനിച്ചിരിക്കുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ISL ചേർന്നതായി സംശയിക്കുന്ന പാലക്കാട് സ്വദേശി യഹിയ ഉൾപ്പെടെ 2 പേർക്കെതിരെ പോലീസ് UAPA ചുമത്തി. കൊച്ചിയിൽ നിന്നും കാണാതായ മെറിന്റെ സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മുംബൈ സ്വദേശിയായ മതപണ്ഡിതൻ RC ഖുറൈഷിയാണ് UAPA ചുമത്തിയ രണ്ടാമൻ. ഇരുവരും തന്നെ ISL ചേരാൻ നിർബന്ധിച്ചതായാണ് യുവാവിന്റെ മൊഴി. പാലക്കാട് നിന്നും കാണാതായ യഹിയ, മുംബൈ സ്വദേശിയായ മതപണ്ഡിതൻ RC ഖുറൈഷി എന്നിവർക്കെതിരെയാണ് പോലീസ് UAPA ചുമത്തിയത്. കൊച്ചി തമ്മനത്ത് നിന്നും കാണാതായ മെറിന്റെ ഭർത്താവാണ് യഹിയ. മെറിന്റെ സഹോദരൻ എബിൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കുമെതിരെ UAPA ചുമത്താൻ പോലീസ് തീരുമാനിച്ചത്. ഇരുവരും ISL ചേരാൻ തന്നെ നിർബന്ധിച്ചതായി എബിൻ മൊഴി നൽകിയിട്ടുണ്ട്.
മെറിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് സംബന്ധിച്ച് പോലീസ് മുൻപ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഭീകരവിരുദ്ധ നിയമം ചുമത്തിയിരുന്നില്ല. കാണാതായ യുവതിയുടെ സഹോദരന്റെ മൊഴി കൂടി ലഭിച്ചതോടെ പോലീസ് UAPA ചുമത്തി അന്വേഷണം ഊർജിതമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കേന്ദ്ര ഏജൻസിയുടെ സഹായത്തോടെയാകും തുടരന്വേഷണം. 6 മാസം മുമ്പാണ് കാമ്പസ് സെലക്ഷൻ ലഭിച്ച് മുംബൈ IBM-ൽ ജോലിക്ക് ചേർന്ന് മെറിനെ കാണാതാകുന്നത്. വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ പാലക്കാട് സ്വദേശിയായ ബാസ്റ്റിൻ എന്നയാളെ വിവാഹം കഴിച്ചതായും പിന്നീട് ഇരുവരും മതം മാറിയതായും വിവരം ലഭിച്ചു. മലയാളികളുടെ IS ബന്ധം സംബന്ധിച്ച് അന്വേഷണത്തിനിടെയാണ് ഇരുവരും IS-ൽ ചേർന്നതായി സൂചനകൾ ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പയ്യന്നൂരിൽ CPM പ്രവർത്തകനായ ധനരാജിനെ കൊലപ്പെടുത്തിയ കേസിൽ 4 BJP-ക്കാർ അറസ്റ്റിൽ. കേസിൽ 8 പേർ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. പയ്യന്നൂർ കുന്തരുവിൽ CPIM പ്രവർത്തകനെ വെട്ടിക്കൊന്ന കേസിൽ 4 RSS പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായവരാണിവർ എന്ന് തെളിഞ്ഞതായും പോലീസ് പറഞ്ഞു. 8 പേരാണ് ധനരാജിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികളായിട്ടുള്ളത്. 4 പേരെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കക്കമ്പാറ, ചിറ്റടി, മൊട്ടക്കുന്ന് എന്നിവിടങ്ങളിലുള്ള 21ഉം 24ഉം വയസ്സുള്ള RSS പ്രവർത്തകരാണ് കൊലപാതകത്തിൽ പങ്കാളികളായത്. കക്കമ്പാറ സ്വദേശികളായ പ്രജിത് കുമാർ, വൈശാഖ് എന്നിവരും ചിറ്റടി സ്വദേശി സുകേഷ്, മൊട്ടക്കുന്ന് സ്വദേശി M അനൂപ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ധനരാജിനെ കൊന്നത് രാഷ്ട്രീയ വിരോധം കാരണമാണെന്ന് പ്രതികൾ വെളിപ്പെടുത്തിയതായും പോലീസ് പറയുന്നു. SP സഞ്ജയ് ഗുരുഡിന്റെ ചുമതലയിൽ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP മധുസൂദന്റെ നേതൃത്വത്തിലുള്ള 31 അംഗ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. CPM പ്രവർത്തകൻ ധനരാജന്റെ കൊലപാതകത്തിൽ 4 പ്രതികളെ ഞങ്ങൾ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 8 പ്രതികൾ ആ കേസിൽ ഇതുവരെയുണ്ട്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വാളയാറിൽ സംയോജിത ചെക്ക് പോസ്റ്റ് 1 വർഷത്തിനകം യാഥാർത്ഥ്യമാക്കുമെന്ന് ധനമന്ത്രി TM തോമസ് ഐസക്. ഇതിനായി 100 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. വാളയാർ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ധനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി വാളയാർ സന്ദർശിച്ച തോമസ് ഐസക് വാണിജ്യനിധി ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. സംയോജിത ചെക്ക് പോസ്റ്റിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നിയമപ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് മറികടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 100 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി 1 വർഷത്തിനകം യാഥാർത്ഥ്യമാക്കും. സംയോജിത ആധുനിക ചെക്ക് പോസ്റ്റ് ഇന്ന് നിലവിലുള്ള ഒരു 5 ഏക്കർ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് നേരത്തെ കോടതിയിൽ നിന്ന് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ അക്വിസിഷൻ നടപടി തീവ്രമായിട്ട് തുടരാൻ തീരുമാനിച്ചു. താൽക്കാലികമായി 5 ഏക്കർ ഭൂമിയെ പാട്ടത്തിനെടുത്ത് യാർഡിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കും. ഭൂവുടമകളുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കാനർ സ്ഥാപിക്കുകയും ജീവനക്കാരുടെ എണ്ണം 44 നിന്ന് 70 ഉയർത്തുകയും ചെയ്യും. ഈ നടപടികൾ സ്വീകരിക്കുന്നതോടെ വാളയാറിലെ അഴിമതിയും ഗതാഗതക്കുരുക്കും ഇല്ലാതാകുമെന്നും മന്ത്രി പറഞ്ഞു. വാണിജ്യനിധി കമ്മീഷണർ രാജൻ ഗോബ്രഗഡെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം വാളയാറിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മന്ത്രി G. സുധാകരൻ ആലപ്പുഴയിലെ തകർന്ന റോഡുകൾ പരിശോധിച്ചു. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് പരിശോധന നടത്തിയത്. കാലാവധി പൂർത്തിയാകാത്ത റോഡുകൾ പൊളിയുന്നതിന് കാരണം അഴിമതിയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. റോഡുകൾ തകർന്നതിനെ തുടർന്ന് ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ ദേശീയപാതയിൽ പരിശോധന നടത്തിയത്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പമായിരുന്നു പരിശോധന. കാലാവധി തീരാൻ 1.5 വർഷം ബാക്കിയുള്ള റോഡുകളാണ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ഇതിന് പിന്നിൽ വ്യാപകമായി അഴിമതി നടന്നതായും മന്ത്രി പറഞ്ഞു. ഇവിടെ പ്രോപ്പറായി ആ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അഴിമതിയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ടാറ് ബിറ്റുമിൻ ചേർത്തിട്ടില്ല, അതാണ് സംഭവം. ഈ നിർമ്മാണം തകർന്നത് മാത്രമല്ല, ഘടനാപരമായി തന്നെ ഈ റോഡിന്റെ നിർമ്മാണം ഇനി എങ്ങനെ നടത്തണമെന്നുള്ളത് ഈ ഭാഗത്ത്, കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തകരുന്നത്. ചീഫ് എഞ്ചിനീയറും പൊതുമരാമത്ത് റിസർച്ച് വിങ്ങും നേരത്തെ തന്നെ പരിശോധന നടത്തിയിരുന്നു. 12 സ്ഥലങ്ങളിൽ നിന്നും സാമ്പിളുകളും ശേഖരിച്ചു. ഇതിന്റെ പരിശോധനകൾ നടന്നുവരികയാണ്. ക്രമക്കേട് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. 2 വർഷമായി തകർന്നു കിടക്കുന്ന റോഡുകളിൽ സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തിരികെ വാർത്തകളിലേക്ക്. വയനാട്ടിൽ വൻ കുഴൽപ്പണവേട്ട. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്ന 3 കോടിയിലധികം രൂപയാണ് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 6:30യോടെയാണ് കുഴൽപ്പണം പിടികൂടിയത്. കേസിൽ കൊടുവള്ളി സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ, റഫീഖ, ജുനൈസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുത്തങ്ങയിൽ വാഹന പരിശോധന നടത്തുകയായിരുന്നു പോലീസ് സംഘം. കാറിന്റെ രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു പണം. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു തോക്കും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 100ന്റെയും 500ന്റെയും 1000ന്റെയും കെട്ടുകളായിട്ടാണ് പണമുണ്ടായിരുന്നത്.
ഇതിനു മുൻപും ഇവർ നിരവധി കുഴൽപ്പണം കടത്തിയിട്ടുള്ളതായി പോലീസ് സംശയിക്കുന്നു. അറസ്റ്റിലായവരെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കുഞ്ഞന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. കാവാലം നാരായണ പണിക്കരുടെ നാടകകളരിയായ സോപാനത്തിൽ വീണ്ടും അരങ്ങുണർന്നു. നടി മഞ്ജു വാര്യർ ശകുന്തളയായി അഭിജ്ഞാന ശാകുന്തളം നാടകത്തിന്റെ പരിശീലനത്തിനാണ് സോപാനം വേദിയായത്. കാവാലം രംഗഭാഷ്യം നൽകിയ നാടകം തിങ്കളാഴ്ച തലസ്ഥാനത്ത് അരങ്ങേറും. വിട പറഞ്ഞ നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർക്ക് ഗുരുദക്ഷിണയായാണ് പ്രിയശിഷ്യ മഞ്ജു വാര്യർ ശകുന്തളയായി അരങ്ങിലെത്തുന്നത്. കാളിദാസന്റെ സംസ്കൃത നാടകം അഭിജ്ഞാന ശാകുന്തളം കാവാലത്തിന്റെ പുതിയ രംഗാവിഷ്കാരത്തോടെയാണ് വേദിയിലെത്തുക. നാടകത്തിന്റെ പരിശീലനം കാവാലം സ്ഥാപിച്ച നാടകകളരിയായ സോപാനത്തിൽ പുരോഗമിക്കുകയാണ്. ഗുരുവിന്റെ അദൃശ്യ സാന്നിധ്യം അനുഗ്രഹമായി കൂടെയുണ്ടെന്ന് മഞ്ജു വാര്യർ. സാറ് കാണാൻ ആഗ്രഹിച്ച അതേ സ്റ്റേജിൽ സാറിനൊരു ഗുരുദക്ഷിണയായിട്ട് ഇത് അവതരിപ്പിക്കണം എന്ന് എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശാകുന്തളത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം രസകരമായിട്ട് ഏറ്റവും ഭംഗിയോടെ ഇതിൽ സാറ് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സോപാനം വീണ്ടും സജീവമായപ്പോൾ അച്ഛന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നതായി കാവാലം ശ്രീകുമാർ. അച്ഛൻ അവസാനം ബോധമുണ്ടായിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, ശാകുന്തളം റിഹേഴ്സൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആക്ടേഴ്സിനെ വിളിച്ചിട്ട്. അപ്പോൾ നടക്കുന്നുണ്ടെന്നും അത് ഭംഗിയായി നടക്കട്ടെ എന്നും ആഘോഷിക്കണമെന്നാണ് പറഞ്ഞത്. സോപാനത്തിലെ 20ഓളം കലാകാരന്മാരും മഞ്ജുവിനൊപ്പം അഭിനയിക്കും. തിങ്കളാഴ്ച വൈകിട്ട് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് നാടകം അരങ്ങേറുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒമാനിൽ ഇബ്രി അൽബാനിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച കൊല്ലം ഐലറ സ്വദേശി രാജു ചെല്ലപ്പയുടെ കുടുംബത്തിന് ഇബ്രി കൈരളി യൂണിറ്റ് പ്രസിഡന്റ് തമ്പാന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച കുടുംബസഹായ ഫണ്ട് കൈമാറി. രാജുവിന്റെ ഭാര്യ രോഹിണിക്ക് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് തുക കൈമാറിയത്. പതിനാല് ദിവസം നീണ്ട ഗുഡ്വിൻ ജ്വല്ലറി യുവജനോത്സവത്തിന് സമാപനമായി. തൃശൂർ കാസിന ഹോട്ടലിൽ നടന്ന സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 13 ഇനങ്ങളിൽ നടന്ന മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ കൈമാറി. സംവിധായകരായ ലാൽ ജോസ്, പ്രിയനന്ദൻ, നടന്മാരായ ദേവൻ, നിഷാന്ത് സാഗർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഗുഡ്വിൻ ഗ്രൂപ്പ് സാരഥികളായ സുനിൽ കുമാർ, സുധീർ കുമാർ എന്നിവർ മത്സര വിജയികൾക്ക് ആശംസകൾ നേർന്നു.